നമ്മുടെ ഭാരതപ്പുഴ തൃത്താലയിൽ ഒഴുകി വരണേ, നമ്മുടെ സ്വന്തം നാട്ടിൽ കൂടെ ഒഴുകി വരണേ ഭാരതപ്പുഴയാണ്. ഇങ്ങനെ വന്ന് കണ്ടോ, ഈ വരുന്നത് ഭാരതപ്പുഴയാണ്. ഈ ഭാരതപ്പുഴ വന്ന് കടലിലേക്ക് ചേരുന്ന പോയിന്റിലാണ് അപ്പോൾ നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. പൊന്നാനി ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ അത് അടിപൊളി ലൊക്കേഷനാണ്. ഇത് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മളിന്നിപ്പോൾ ഇങ്ങനെ പൊന്നാനിയുടെ പാതയോരത്തിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം കണ്ട കടൽ ഏതാ അറിയോ? പൊന്നാനി കടലായിരുന്നു ഞാൻ. പക്ഷേ ഫസ്റ്റ് കണ്ടത്. പക്ഷെ പിന്നെ ഈ ഭാഗത്തേക്ക് അധികം വന്നിട്ടില്ല എന്ന് മാത്രം. പക്ഷെ ഇവിടെ വന്നിട്ടും നമ്മൾ കാണാത്തൊരു സ്ഥലമുണ്ട്, സിനിമ ലൊക്കേഷനൊക്കെ പോലത്തെ ഒരു അടിപൊളി സ്ഥലമുണ്ട്. ആദ്യം നമുക്കത് കണ്ടിട്ട് നമുക്ക് പൊന്നാനി ബീച്ച് കാണാം. ഇതാണ് കേട്ടോ ആ സിനിമേനെ വെല്ലണ ലൊക്കേഷൻ. ഭയങ്കര വലിയ ആല്, ഇവിടെ ഊഞ്ഞാല്. ഇതാണിപ്പോൾ ചോട്ടാ മുംബൈ. ഇത് കിണറാണല്ലോ. കിണറല്ലേ? കിണറല്ല, കിണറായ ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഉച്ചയ്ക്ക് കിടന്നുറങ്ങണ വവ്വാലെല്ലാം ഉണ്ടല്ലോ ഇവിടെ. ആ സിനിമയുടെ ലൊക്കേഷൻ ശരിക്കും ഇതാണ്. ദുൽഖറിൻ്റെ പറവയിൽ ഒരു വില്ലന്മാരൊക്കെ നിൽക്കുന്ന ഒരു ലൊക്കേഷനില്ലേ, ഇതുപോലെയാണ് കാണുമ്പോൾ. കുറേ റൂമുകളാണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ മരം വിഴുങ്ങിയിട്ടുള്ള പഴയൊരു ബിൽഡിങ്, അത്ര തന്നെ പറയാനുള്ളൂ. മൊത്തം ആ വേരിറങ്ങിയിരിക്കുന്നൊക്കെ മുഴുവനായിട്ടും മരങ്ങൾ ഒരു ബിൽഡിങ്ങിനായിട്ട് വിഴുങ്ങി. നോക്കി അടിപൊളി സ്ഥലം. പക്ഷെ ഭയങ്കര നാറ്റുണ്ട് ഇവിടെ. നോക്കിയേ വാതിൽ, നോക്കിയേ വാതില്, മരത്തിന്റെ ഉള്ളിൽ കൂടെ ഉള്ള വാതിൽ നോക്കി. ഇത് ശരിക്കും വാതിലില്ല, മരം തന്നെയാണ് ഇതിന്റെ വാതില്. ശരിയാ, ആകെ വേസ്റ്റ് ഇട്ടിട്ടേ, വെറുതെ ഒന്നല്ല. ശരിക്കും നന്നാക്കി ചെറിയൊരു പാർക്കിന്റെ എന്തെങ്കിലും ഇതൊക്കെ ആക്കിക്കൂടെ അല്ലേ? ഗവൺമെന്റിന്റെ സ്ഥലം അല്ലേണാവോ? നല്ല കാറ്റുണ്ട് കേട്ടോ. നമ്മൾ പറയണത് കേൾക്കും അറിയില്ല. നമ്മൾ പൊന്നാനി ബീച്ചിലെത്തിയിട്ടുണ്ട്. വളരെ അടുത്താണ് കേട്ടോ മറ്റേ ഒരു സ്ഥലമുള്ളത് അല്ലേ. പണ്ട് കപ്പലുകളൊക്കെ ഓടിയിരുന്ന സമയത്തുള്ള പാണ്ഡികശാലയായിരുന്നു അത്. പിന്നെ അത് ഹോട്ടലായി, പിന്നെ എന്തൊക്കെ ഗവൺമെൻറ് ഓഫീസുകൾ ഉണ്ടായിരുന്നു. ഇപ്പം അത് വർക്കിംഗ് അല്ലാതെ കിടന്ന് ആ ഒരു ബിൽഡിങ്ങിനെ കംപ്ലീറ്റ് ആയിട്ട് മരം വിഴുങ്ങി, ആല് വിഴുങ്ങി എന്ന് പറഞ്ഞില്ലേ, അതാണ് അവസ്ഥ. സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പ്ലാസ്റ്റിക്കും ഫുള്ള് അലമ്പുമാണ് ഈ ബീച്ചിൽ. അതാണ് ഇവിടെ ആൾക്കാർക്ക് വരാൻ അത്ര സംഭവം മടിയുള്ളത്. നമ്മൾ അന്ന് കണ്ടിട്ടുള്ള ആ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ടല്ലോ, ആ ലൈറ്റ് ഹൗസാണ് ആ കാണുന്നത്. നമ്മളതിൽ കയറിയിട്ടുള്ള ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മുഴുവൻ പരുന്തുകളാണ്. ഞാൻ കാക്കയെന്ന് ആദ്യം വിചാരിച്ചത്, നോക്കുമ്പോൾ ഫുൾ പരുന്തുകളാണ് നമ്മളെ വട്ടട്ട് പറന്നുകൊണ്ടിരിക്കുന്ന മോളിൽ കൂടെ അല്ലേ. അടിപൊളി. കാക്കകളോട്ടിരിക്കുന്നു. കരിമണലാണ്, കരിമണൽ. ബീച്ചിന്റെ ഒരു സൈഡിലുള്ള വഴി കൂടെ നമ്മൾ യാത്ര. നിറയെ ബോട്ടുകളാ. HP പമ്പൊക്കെ വളരെ മോശം വഴിയാണല്ലത്. കാടിൻ്റെ ഉള്ളിൽ കൂടെ വന്ന പോലെ ഒരു വഴി. പക്ഷേ ഈ ബീച്ചിൻ്റെ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്, ഒളിഞ്ഞു കൊടുക്കുന്ന സ്ഥലം അവിടെ ഒന്നുണ്ട്. ശരിക്കും അങ്ങനെ തന്നെയാണ്.
ഞാൻ കാണിച്ചു തരാം. പക്ഷെ ആകെ പൊന്തയും കാടും പിടിച്ചൊരു സ്ഥലമാണ് ശരിക്കും. നല്ല കടലിന്റെ സൈഡ് തോന്നില്ല. അങ്ങനെ ഒരു വഴിയല്ലേ ഇത്? അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി ഇല്ല, കടക്കില്ല എന്ന് പറഞ്ഞിട്ട് ക്യാമറ കണ്ടിട്ട് ഇവിടെ. അതെന്തായാലും നന്നായി. വർക്കിംഗ് ആണോ? വർക്കിംഗ് ആണെങ്കിൽ ഇതിന്റെ അപ്പുറത്താണുള്ളത്. എന്താ സംഗതി? നമ്മളിത് എവിടേക്കാ പോണത്? അവിടെ നിന്ന് ഇങ്ങോട്ട് ബൈക്ക് മാത്രമേ കിടക്കുള്ളൂ എന്നാണ് നോൺട്രി എഴുതി വെച്ചുകൊണ്ടാണ് നമ്മൾ വണ്ടി ഇറട്ടെ. വണ്ടിയൊക്കെ പോട്ടോ, ഓഫ് റോഡൊന്നുമല്ല. പടിഞ്ഞാറേക്കര അഴിമുഖമാണ് ആ കാണുന്നത്. ആ സൈഡിലുള്ള കാണുന്ന ഭാഗട്ടോ. അവിടെ എന്തൊക്കെയോ ഓണക്കായിട്ട് എന്തൊക്കെയോ എക്സ്പോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു യന്ത്രൂഞ്ഞാലൊക്കെ കാണാനുണ്ട്. നമ്മുടെ ഭാരതപ്പുഴ തൃത്താലയിൽ ഒഴുകി വരണേ, നമ്മുടെ സ്വന്തം നാട്ടിൽ കൂടെ ഒഴുകി വരണേ ഭാരതപ്പുഴയാണ്. ഇങ്ങനെ വന്ന് കണ്ടോ, ഈ വരുന്നത് ഭാരതപ്പുഴയാണ്. ഈ ഭാരതപ്പുഴ വന്ന് കടലിലേക്ക് ചേരുന്ന പോയിന്റിലാണ് അപ്പോൾ നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. പൊന്നാനി ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ അത് അടിപൊളി ലൊക്കേഷനാണ്. ഇവിടെ വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. റോഡ് കുറച്ച് മോശം റോഡുകളുണ്ട് എല്ലാം ഉണ്ടെങ്കിലും. പക്ഷെ ഇതുണ്ടല്ലോ, ഈ കാണുന്നത് ഭാരതപ്പുഴയും ആ കാണുന്നത് അറബിക്കടലാണെന്ന് പറയുമ്പോണ്ടല്ലോ, എങ്ങനെയാണ് നമ്മ അറബിക്കടൽ ഭാരതപ്പുഴക്കുള്ള എങ്ങനെയാണ്? ഇരുവരിഞ്ഞിപ്പര അത് പറഞ്ഞ് ഞാൻ അത് പറയും. ഭാരതപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിലേ ബാക്കി ഞാൻ പറയില്ല. അയ്യോ, അവിടുത്തെ കല്ലിന്റെ കളർ നോക്കിയ പച്ച കളറ്, പായൽ പിടിച്ചിട്ടുള്ള കളറ് കാണാണ്. അവിടെ ഉണ്ടോ? ആ ഇവിടെ ഉണ്ടല്ലോ അല്ലേ. ചേട്ടനവിടെ ഒന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടാ. ആ ഇവിടെയും നല്ല പച്ച കളർ ഉണ്ട് കേട്ടാ. അല്ലേ, വല്ലാതെ പക്കത്തേക്ക് പോലെ പച്ച കളർ നോക്കി പായൽ പിടിച്ചിട്ടുള്ള കളറാണ് ഇത് കാണുന്നത്. ആഹാ, പക്ഷെ ഞാൻ കടലിന്റെ കരയിലുള്ള കല്ല് ഇങ്ങനെ കണ്ടില്ല കേട്ടാ. ഇങ്ങനെ കല്ല് കളറ്. അവിടെ ഒരു ഞണ്ടോ എന്തായിരിക്കും നോക്കി. കടല് കണ്ടു. അത് തോണിയാണ്, ചെറിയൊരു തോണിയാ. പോവാണ് അങ്ങോട്ട് കേട്ടാ. ആ അത് ചാടി കടലിലിങ്ങനെ തിരയെ മുറിച്ച് കടലിലേക്ക് പോവാ. അപ്പൊ സൂര്യാസ്തമയം നമ്മൾ ഇന്നപ്പം പൊന്നാനി ബീച്ചിൽ നിന്നാണ് കണ്ടോണ്ടിരിക്കുന്നത്. കടല് വരവേണ്ട നോക്കിയേ. പുഴ ഭാരതപ്പുഴ. നമ്മൾ അവിടുന്ന് ചാടി വെള്ളത്തിൽ കൂടെ വന്നതായിരുന്നു. നേരെ കടലിലെത്താം. കല്ലുമ്പിക്കൊക്കെ വെള്ളം അടിച്ച് തെറിക്കും കേട്ടോ. നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാലും വെള്ളം തെറിക്കണ സ്ഥല. ഞണ്ട് ഇറുക്കുമാ. ചെറിയ ബോട്ടാ അത്, മീൻ പിടിക്കാൻ പോണ ബോട്ട്. ഓക്കെ, അതുപോലെ വീട്. ആ നിങ്ങളെവിടെ ഉള്ളവരാ? കുറ്റിപ്പുറം. കൂടി ഇരിക്കാൻ കിട്ടിയിട്ടുള്ള സ്ഥലം ഇതാട്ടോ. ഈ ഒരു കമ്പിന്റെ മുകളിൽ കയറിയിട്ടാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്. വേറെ ഒരു സ്ഥലവും ഇല്ല, നിലത്തൊന്നും ഇരിക്കാനും പറ്റിയ അവസ്ഥയല്ല എവിടെ. ശരിക്കും ഇതൊക്കെ എന്തയോ സെറ്റപ്പ് ആക്കേണ്ട സമയം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ നമ്മുടെ വീഡിയോ ഒന്നും ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്.
അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം.